ചികിത്സാ പിഴവ് മൂലം വലത് കൈ മുറിച്ചു മാറ്റേണ്ടി വന്ന പാലക്കാട് പല്ലശ്ശന ഒഴിവുപാറ സ്വദേശി 9 വയസ്സുകാരി വിനോദിനിയുടെ പ്രേക്ഷകരാരും മറന്നിട്ടുണ്ടാവില്ല. കൈ ഒരു കൃത്രിമ കൈ വെക്കാൻ വലിയ സാമ്പത്തിക ബാധ്യത വരും. അതാണിപ്പോൾ കുടുംബത്തെ അലട്ടുന്നത്. എന്താണ് പറഞ്ഞു, സ്കൂളിൽ പോകില്ല, കൈയില്ലാണ്ട് നമുക്ക് പോവില്ല എന്നാ പറയുന്നത്. ഇപ്പൊ നമുക്ക് വെക്കുകയാണെങ്കിൽ ഇപ്പൊ റബ്ബറിന്റെ കൈയാണ് നമുക്ക് വെച്ച് തരാന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പ്രൈവറ്റിലാകുകയാണെങ്കിൽ 7 ലക്ഷം രൂപ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് സാമ്പത്തിക പ്രശ്നമുള്ളത് കൊണ്ട് നമുക്ക് അതിനൊന്നും നമുക്ക് കഴിയില്ല. സ്വപ്നങ്ങളിലേക്ക് നടന്നു നീങ്ങാൻ വിനോദിനിക്ക് ഒരു വഴി തുറന്നു കിട്ടിയിരിക്കുന്നു. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് സഹായ ഹസ്തം നീട്ടിയിരിക്കുന്നത്. കൃത്രിമ കൈ ഘടിപ്പിക്കാനുള്ള മുഴുവൻ ചെലവും പ്രതിപക്ഷ നേതാവ് വഹിക്കും എന്ന് അറിയിച്ചിരിക്കുകയാണ്. ഏഷ്യാനെറ്റ് റിപ്പോർട്ട് കണ്ടപ്പോൾ എനിക്ക് സങ്കടമായി. എല്ലാം മിടുക്കി കുട്ടി ഡാൻസ് ചെയ്യുമായിരുന്നു, ചിത്രം വരയ്ക്കുകയായിരുന്നു. ഇപ്പോൾ സ്കൂളിൽ പോകാൻ കൈ നഷ്ടപ്പെട്ടുകൊണ്ട് മാറി ശസ്ത്രക്രിയ ചെയ്ത ബുദ്ധിമുട്ടാണ്, കൈ ഇല്ലാത്തതുകൊണ്ട് പോകാൻ മടിയാണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ കുട്ടിയുടെ അച്ഛനെ വിളിച്ച് ഏഷ്യാനെറ്റ് റിപ്പോർട്ട് കണ്ടപ്പോഴാണ് ആ കൈ കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ തന്നെ ആ ജില്ലയിൽ തന്നെ ഏറ്റവും നന്നായിട്ട് പ്രൊഫഷണലായിട്ട് ഇത് ചെയ്യുന്ന സ്ഥലത്ത് ഇന്ന് തന്നെ അറേഞ്ച് ചെയ്തിട്ട് നാളെ പോയി ആ കുട്ടി അളവ് കൊടുത്ത് എത്രയും പെട്ടെന്ന് ആ കൈ കൊടുക്കാം, അതിനാവശ്യമായിട്ടുള്ള പണം കൊടുക്കാം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് റിപ്പോർട്ട് ചെയ്തതിന് ഞാൻ ഏഷ്യാനെറ്റിനോട് പ്രത്യേകമായ നന്ദി പറയാം. അത് കേട്ടപ്പോൾ വിഷമമായി. എന്തായാലും അതിന് കൊടുക്കണം, നമുക്ക് വിചാരിച്ചാൽ ചെയ്യാൻ പറ്റുമല്ലോ. വി ഡി സതീശൻ വിളിച്ചിരുന്നു? വിളിച്ചിരുന്നു. നമുക്ക് സഹായം ചെയ്തു തരാന്നാ പറഞ്ഞിരിക്കുന്നത്. എന്റെ കുട്ടിക്ക് കൈ കിട്ടിയല്ലോ, അത് വളരെ ഉപകാരം. എല്ലാവർക്കും നന്ദിയുണ്ട്, സാറിന് നന്ദിയുണ്ട് നല്ല. കാരണം ഞങ്ങൾക്ക് കിട്ടില്ലെന്ന് വിചാരിച്ചത് കിട്ടിയല്ലോ, നന്ദിയുണ്ട് സാറിന്. പോവില്ല ഇനിയിപ്പോ വേണ്ടേ? എന്ത് കേട്ടപ്പോ എന്താ തോന്നിയത്? സന്തോഷം. രാവിലെ വരുമ്പോ ശീതള ഈ ചിരി ഉണ്ടായിരുന്നില്ല, അത് തന്നെയാണ് ഈ ദിവസത്തെ ധന്യമാക്കുന്നതെന്ന് പറയും. ചിരി മോൾക്ക് തിരികെ ലഭിക്കുന്നു. ഇനിയും ആ ചിരി മായാതെ അവിടെ തന്നെ ഉണ്ടാവട്ടെ.